മലാലാക്കണം. ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാണ് എന്ന് പറഞ്ഞ ഇന്നും ഷിർക്കാണ്, ഇന്നലെയും ഷിർക്കാണ്, നാളെയും ഷിർക്കാണ്. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് വന്നാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, നാൾ വരെയാണ്, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്ത. ISIS-ന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നതെന്ന് ഒരുപാട് തവണ പറഞ്ഞത്, പരസ്യമായി പറയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത് ഒരു തീർത്തും അപഹാസ്യമാണ്. ആരാന്റെ ചോറും തിന്ന് വട്ട തലേക്കെട്ടും കെട്ടിയിട്ട് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞ് വായിക്ക് തോന്നി മൈക്ക് കാണുമ്പോൾ അങ്ങ് നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബൈറ്റ ആ നാറി കൊടുത്തിട്ടുള്ളത്. ICS-നെ നാണിപ്പിക്കുന്ന പ്രവർത്തന പോലും ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ നടത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചേട്ടക്ക് എന്നപ്പോ ഒരു പരാതി കൊടുക്കണ്ടേ? എന്താണെന്നറിയാം എന്ത് ഭീകരപ്രവർത്തനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ സംഘികൾ മുഴുവൻ മതത്തെയും ആക്ഷേപിക്കും. ഇനിയിപ്പോ ഇവൻ ഈ പറഞ്ഞതും പൊക്കിപ്പിടിച്ചാൽ സംഘികൾ വരിക, മനസ്സിലാക്കണം. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടെങ്കിൽ അതിനെ നിരോധിക്കണോ നീയൊക്കെ? ആരാന്റെ ചോറും തിന്ന് വട്ട തലേക്കെട്ടും കെട്ടിയിട്ട് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞ് വായിക്ക് തോന്നി മൈക്ക് കാണുമ്പോൾ അങ്ങ് വിളിച്ചങ്ങ് പറയാ. ഇതേത് എല്ലാ ലോകം മുഴുവനും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുക. അതിനെ കുടപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നീ ഇപ്പം കൊടുത്തത്. എന്തൊക്കെ പറയാനുണ്ട് ഇനി അതിന്റെ പിന്തുണ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തൊക്കെയാ പറയാനുണ്ട്? അതൊന്നും പറയാതെ ICS-നെ കടപിടിക്കുന്നതായിട്ട് എന്താ പറയുക, അങ്ങനെ ഭീകരപ്രവർത്തനം നടത്തുന്ന പറയുമ്പോൾ വെളച്ചെറ്റ് നീ ഒന്നും നടത്തിയൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് രാജ്യത്ത് ഒറ്റുകൊടുത്തതും ഇതുപോലെ തന്നെ ഭീകരപ്രവർത്തനം സമാനമായ എന്താ ക്രൈമൊക്കെ ചെയ്ത് 8 പേരെ കൊന്നതും ഒക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം നീ. ചേട്ടെ, അങ്ങനെ ഏതെങ്കിലും ഈ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ചെയ്തിട്ടുണ്ടോ? ലോകത്ത് IS എന്നതിന്റെ നിർവചനം എന്താണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടാണ്. അത് തന്നെയല്ലേ മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത്, മതരാഷ്ട്രവാദം എന്നത്, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. ഈമാൻ പൂർത്തിയാവണമെങ്കിൽ, ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ, ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ്? ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്, വ്യാപകമാണ്. മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു, എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു. കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ്. ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ്. കേരളത്തിൽ ഇന്നുവരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഉറുദു പുസ്തകമാണ്, പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ്. എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ്. മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല, കാരണം എന്താണ്, പൈസ ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. ഞാനത് ഇറക്കാൻ പോവാണ്. ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു. അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട്. എവിടെയാണ് IS എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം. മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കോന്ന് പറയാം. എന്നിട്ട് ഇബിലിസ് മാറിക്കണമാരി കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ, ഞങ്ങൾ കണ്ടോ സാധുക്കള്. നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ആശയം മുഴുവൻ തീയല്ലേ? ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ? ഈ ആശയം മുഴുവൻ മാനവികതക്കെതിരല്ലേ? മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ്. ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ്. ആ കാപട്യം ഉറയിൽ മറച്ചു വെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ്. അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ? ഇന്ത്യൻ സെക്യുലറിസത്തോട്, ഇന്ത്യൻ ഡെമോക്രസിയോട്, ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ?
ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നിങ്ങൾ മൗലാന മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവൂ, അലി ശരീഅത്തെ തള്ളി പറഞ്ഞ മതിയാവൂ, സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവൂ. സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാന മൗദൂദി മറുകക്ഷത്തും അലി ശരീഅത്തെ തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും, എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തിന്നാലും, ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ, മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. അതെന്റെ ബാധ്യതയാണ്. വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് വന്ന് പേടിപ്പിക്കരുത്. പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പാണക്കാട്ട് ആത്മീയ നേതാവ് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവല്ല നിങ്ങളെ നേതാവാണെന്ന് പറയാൻ ഒരൊറ്റ ആ വിമർശകന്റെ നാവും പുറത്തൊരാത്തുണ്ടാ? ആജാതി വർത്താനൊന്നും പറയേണ്ട. ജമാഅത്ത് ഇസ്ലാമി ശിർക്കിനെ എതിർക്കില്ല, ഞങ്ങൾ ശിർക്കിനെ എതിർക്കുന്നില്ല. നിരുപദ്രവകരമായ ശിർക്കിനെ എതിർക്കുന്നുണ്ട്, നിരുപദ്രവകരമായ ശിർക്കിനെ എതിർക്കുന്നുണ്ട്. അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോലും ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു വരുന്ന, ആഴ്ചയിൽ ഒരു ദിവസം രോഗശമനത്തിന് വേണ്ടി ആൾ ഒഴിഞ്ഞുവെച്ച, ആ രോഗശമനത്തിന് ഒഴിഞ്ഞുവെച്ച് വോട്ടാക്കി മാറ്റി ആ വോട്ട് വാങ്ങി അസംബ്ലിയിൽ പോകുമ്പോൾ ഞങ്ങൾ ആളുകൾ ആ വോട്ട് വാങ്ങി പോകണ്ട, നിങ്ങൾ നിയോജകമണ്ഡലം നിങ്ങൾ ആ ആത്മീയ നേതൃത്വത്തിന്റെ പുടവയും കൊണ്ട് ഞങ്ങളെ നിയോജകമണ്ഡലത്തിൽ, ഞങ്ങളെ മുജാഹിദ് സ്ഥാനാർത്ഥികളുടെ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ ആത്മീയയുടെ പരിവേഷം വേണ്ട, ഒന്ന് മാറി നിൽക്കുമെന്ന് പറയാൻ ആർജവമുള്ള, തന്റെ ഇടമുള്ള, ആനത്വമുള്ള ഒരൊറ്റ കുട്ടികളുണ്ടോ? വെറുതെ വർത്താനം പറയും.